ഹായ്, നമുക്ക് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? ജസ്റ്റ് കുറച്ച് ഇഞ്ചി കിട്ടി, അപ്പം ഞാൻ വിചാരിച്ചാൽ ഇഞ്ചിക്കറി ഉണ്ടാക്കിയ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം ഞാൻ ഇച്ചിരി വറക്കാനായിട്ട് എണ്ണ എടുക്കാം. അപ്പം ഇഞ്ചി ഒരു 150-200 ഗ്രാം ഇഞ്ചിയുണ്ട്, ഒരു 10 അല്ലി ചുമന്നുള്ളിയുണ്ട്, ഒരു 2 പച്ചമുളകുണ്ട്. ഇത് നമുക്കിന്ന് വറക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്ത് പോരണം. കുറച്ച് മതി. ഇച്ചിരി ബാക്കി ഇതിനകത്ത് ഒഴിക്കണം. അപ്പോൾ നമുക്കത് അങ്ങോട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പം പുളി, ഒരു നെല്ലിക്ക നാരങ്ങ വലിപ്പത്തിൽ പുളി, അത്രയും മതി. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഞാൻ ആദ്യം വറുത്ത് കോരട്ടെ. ഓക്കെ, അപ്പം നമുക്കാദ്യം വറുത്ത് കോരാം. എല്ലാം ഒരേ രീതിയിൽ ഞാൻ അരിഞ്ഞതാണേ. 200 ഗ്രാം ഉണ്ട് ഇഞ്ചി, ഏകദേശം 200 ഗ്രാമോളം ഉണ്ട്. ഒരു 10 അല്ലി ചുമന്നുള്ളി, 2 കഷ്ണം പിന്നെ പച്ചമുളകുകളെ. അപ്പം ഇത് നമുക്കിന്ന് വറുത്ത് കോരാം. വറുത്ത് കോരിയിട്ട് പിന്നെ അതിന് വേണ്ടത് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും മതി. കുറച്ച് കായപ്പൊടി, ഇത്രയും കൊണ്ട് നമുക്കൊരു ചെറിയ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഇതിനകത്ത് ചിലർ പിന്നെ വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്. ചിലർ ഇപ്പോഴത്തെ ഒരു പരിഷ്കാരമാണ് തേങ്ങ വറക്കും. ഇഞ്ചിക്കറി പണ്ട് നമ്മൾ പഴയ രീതിയിൽ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കാറുണ്ട്. സാധാരണ പണ്ട് ഉണ്ടാക്കുന്നതന്നെ ഇഞ്ചി കഴുകിയിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് മാറ്റിയിട്ട് കുറച്ച്, അല്ലെങ്കിൽ ഭയങ്കര കാരമല്ലേ ഇഞ്ചിക്ക്, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. ഇപ്പോൾ ഓരോ പരിഷ്കാരമാണ് തേങ്ങ വറുത്തിടുന്നത് ഇഞ്ചിക്കറിയിൽ. ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഒത്തിരി ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അതും ഇനി ഒരു ദിവസം ട്രൈ ചെയ്യാം, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. തേങ്ങ തിരുമ്മി എങ്ങാണ്ട് വറുത്ത് പൊടിക്കും, ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്ത് കിട്ടാൻ മതി. നമുക്ക് പെട്ടെന്ന് തരിതരിപ്പായിട്ട് നമ്മൾ പൊടിക്കാവും, ഒരുപാട് ഭസ്മമാക്കരുത്. അപ്പം അങ്ങനെ വേണം. എൻ്റെ ഇഞ്ചിക്കറി ഞാൻ എൻ്റെ ശൈലിയിൽ, എൻ്റെ അമ്മ പഠിപ്പിച്ച രീതിയിൽ ഞാൻ ഉണ്ടാക്കുവാണ്. എൻ്റെ അമ്മയും പഠിപ്പിച്ചല്ലേ ഇത്. എൻ്റെ അമ്മ ഇഞ്ചിയാണെങ്കിൽ കൊത്തി അരിഞ്ഞ ചെയ്യുന്നത്. പിന്നെ ഇത് എൻ്റെ അമ്മായിയമ്മയുടെ ഇത് ഞാൻ പഠിച്ചതാണ്. അവിടുത്തെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ ഇത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വറുത്ത് പൊടിക്കും. അങ്ങനെ ഞാൻ അന്ന് കണ്ടുപിടിച്ചതാണ്. പിന്നെ ഞാൻ ഇതേ ട്രൈ ചെയ്തിട്ടുള്ളൂ. മറ്റേ കൊത്തി അരിയണമെങ്കിൽ ഒത്തിരി നേരം പിടിക്കും. കൊത്തി അരിഞ്ഞാണെങ്കിൽ ഒരു ചെറിയ ഒരു നീര് കളഞ്ഞ, അല്ലെങ്കിൽ അത് ഭയങ്കര കാരം കവർപ്പ് വരും. അപ്പം ഇത് ഇങ്ങനെയാണ് അന്ന് മുതലേ ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ ഇഞ്ചിക്കറി ഇതുവരെയും ഫ്ലോപ്പായിട്ടില്ല, നല്ല ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നമ്മുടെ ഇത് വറുത്തേ ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ആറിയിട്ട് നമുക്കിത് പിന്നെ പൊടിക്കാം. ഉണ്ടോ? എത്രയുണ്ട്? എന്തും വേണ്ടി ഒരു 200 ഗ്രാം ഇഞ്ചി ഉണ്ടായിരുന്നു. ഇപ്പോൾ വല്ലതും അറിയാനുണ്ടോ? ഒന്നുമില്ല. കണ്ടില്ലേ? ഒരു 1 കിലോ എടുത്തെങ്കിലും നമുക്കൊരു അരഭരണിയെങ്കിലും ആവത്തുള്ളൂ ഒരാഴ്ചത്തേന് കൂട്ടാൻ. ഇതിപ്പോൾ ജസ്റ്റ് പിന്നെ ചോറ് കൊണ്ടുപോകാനൊക്കെ ഒന്ന് ആകുമല്ലോ എന്ന് വെച്ചാൽ. അപ്പം ഞാൻ ഇഞ്ചി കണ്ടപ്പോൾ ഒന്ന് ഇഞ്ചിക്കറി, അത് സമയം എൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിക്കറി. അത് ഇച്ചിരി മധുരം കൂടെ കൊടുക്കാമെങ്കിൽ കണ്ടോ എത്ര ഇട്ടതാന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉള്ളിയും കൂടെ വറുത്ത് പോരാം. സാധാരണ എല്ലാവരും ഉള്ളി പിന്നെ അതിനകത്തിട്ട് വറുത്തിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.
കുറച്ച് മുളക് കൂടെ. എല്ലാം ഒരു ഇതായിട്ട് ചെയ്യാം. കരിവേപ്പിലയും കൂടെ ഇടാം. കരിവേപ്പില ഒന്നും ഇല്ല, എല്ലാം പോയി കരിവേപ്പില. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് വറുത്തിട്ട് അത് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് തരിപ്പയാക്കാവേ, അങ്ങനെ ചെയ്യാവും. അപ്പോൾ അതൊന്നാവട്ടെ. അപ്പം നമ്മുടെ ഉള്ളി മൂത്ത് ഞാൻ ഒന്ന് അത് പൊടിക്കാൻ പോയപ്പോഴാണ് ഇവിടെ ഉള്ളി മൂത്ത് അങ്ങ് റെഡിയായി. ഇത്രയും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി ഇതിപ്പം എന്തോരും വല്ല കൂട്ടാനൊക്കെ ഒഴിക്കാം. അപ്പം ഇതൊന്ന് ഇച്ചിരി എണ്ണ ഒന്ന് ആറട്ടെ, ഞാനതൊന്ന് പൊടിക്കട്ടെ. നമുക്കിനിയും കുറച്ച് കടുകിടാം. കുറച്ച് കടുകിടാം. 2 വറ്റൽമുളകിടാം. പിന്നെ ഞാൻ ഇപ്പോൾ പൊടിച്ച് വെച്ചതാണ്. ഇത് ഇഞ്ചി പൊടിച്ചത്, ഇത് ഉള്ളിയും മുളകും പച്ചമുളകും കൂടെ പൊടിച്ചത്. രണ്ടും ഒന്നിച്ചിടാം, എന്നാലും കാണിച്ചതന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കടുക് വറക്കട്ടെ. നമുക്ക് കുറച്ച് കരിവേപ്പില. ഞാൻ ഒരിടം വരെ പോകും, അതിന് ഞാൻ തോർത്തി വിട്ടു. ഒരു മരണം ഉണ്ടായിരുന്നു, നമ്മൾ പോകണം. അപ്പോൾ അത് അങ്ങനെയായി. നമ്മൾ സിമ്മിലാക്കണം. ഇങ്ങനെ കടുക് പൊട്ടിയോ ഒന്നും ഓർമ്മയില്ല, പൊട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യത്തിന് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതി, ഒരുപാട് വേണ്ട. അപ്പോൾ അത്രയും ചേർക്കാം. അപ്പോൾ അതിന് ഒന്ന് തീ ഓഫ് ചെയ്തേ, അല്ലെങ്കിലേ കടുക് ഇറക്കും പിന്നെ മുളക് കരിഞ്ഞു പോയാൽ ഇച്ചിരി ചൂടായിപ്പോയി. അപ്പം നമ്മൾ ചേർക്കുന്ന 1 ടേബിൾ സ്പൂൺ മതി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം 1.5, ഒത്തിരി വേണ്ട, എരിവ് ഒരുപാട് ഇവിടെ ആവശ്യമില്ല. പിന്നെ അതിന് 1/4 ഇത്രയും മതി, ഒത്തിരിയും ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ആ മസാലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂക്കണം. മൂക്കുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം. 1 സ്പൂൺ ഉലുവാപ്പൊടി. പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കാം. അത് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാം. അത്രയും ചേർത്ത് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം ഇനി ഒന്ന് കത്തിച്ചേക്കാം, അല്ലെങ്കിൽ പൊടി കിടന്ന് ഇതാകും. നമുക്കിത് മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഇച്ചിരി പുളി കലക്കി വെച്ചത് ഞാൻ ഈ മിക്സിയിലെ ഇഞ്ചിയുടെ സത്തം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പുളി ഇതിനകത്തോട്ട് നമുക്കിത് ഒഴിക്കാതെ. പുളികളാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിക്കാം. കുറച്ചുകൂടെ വേണമെങ്കിൽ പുളി ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, ഇത്രയും മതി. ഇത്തിരി ഉപ്പിടാം. ആവശ്യത്തിന് മതി ഉപ്പ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പൊടിച്ച പിന്നെ ഇഞ്ചി ഇത് ചേർക്കേണ്ടത്.
കണ്ടില്ലേ, നല്ല ഒരു പരുവം കണ്ടില്ലേ. ഇനി ഞാൻ ഇതെടുക്കാതെ ഇനി വേറൊരു തവി എടുക്കാം. ഒരു സ്പൂൺ എടുക്കാം. ഇത് മതി, മുളക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഇഞ്ചിയും പൊടിച്ചത് അങ്ങോട്ട് ചേർക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇഞ്ചിക്കറി റെഡിയായി. ഒരു സ്വല്പം കൂടെ ചേർത്തേക്കാം. കായ ഇച്ചിരി ഏറെ ഇരുന്നോട്ടെ. ഈ കായം നല്ലതാണ്. ഇത് നല്ലൊരു കായപ്പൊടിയാണ്, നല്ല മണമൊക്കെയാണ്. ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി തിളച്ചല്ലോ, ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി പൊടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കിയേക്കും. ഇഞ്ചി പൊടിച്ചതും ഉള്ളി പൊടിച്ചതും എല്ലാം കൂടെ. അപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്ത് ഇത് പിന്നെ വീണ്ടും കുറുകും. ഇത് കുറുകും. ഇത് എൻ്റെ ഇഞ്ചിക്കറിയാണ്. ഞാൻ വേറെ എങ്ങൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പാചകം ചെയ്യുന്ന നാൾ മുതൽ എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ ഒരു സ്വല്പം കൂടെ വെള്ളം ചേർക്കാം. ഇതൊന്ന് കഴുകി വെച്ചേക്കാം. അപ്പം നമുക്കിനി ചേർക്കേണ്ടത് അടുത്തത് ഇത്തിരി ശർക്കര വെള്ളം കൂടെ ചേർക്കാം. ശർക്കര പാനി കാച്ചി, വെള്ളമല്ല, ശർക്കര പിന്നെ പാനി കാച്ചതും കൂടെ ചേർക്കാം ഇതിനകത്ത്. അപ്പോൾ ചിലർക്ക് ഇവിടെ മധുരം വേണം. അതാ പറഞ്ഞത്, എൻ്റെ കൊച്ചിന് മധുരം വേണം. ഇഞ്ചിക്കകത്ത് ഒരു ശകലം മധുരം ഇല്ലെങ്കിൽ അവൾ കൂട്ടത്തുമില്ല. അപ്പം അത്രയും ചേർത്ത് മധുരം. അപ്പം നമുക്കിനി നോക്കാം. നല്ല കുറുകി നല്ല മണമുണ്ട്, നല്ല വാസനയുണ്ട് കേട്ടോ. നല്ല കായത്തിൻ്റെ വാസനയുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഈ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഒന്ന് സ്വല്പം ഉപ്പൊക്കെ ഞാൻ ഇട്ട് കാണില്ല. എന്നാൽ ഇനി വേണമെന്നുള്ളത് നോക്കട്ടെ. സ്വല്പം കൂടെ ഉപ്പ് വേണം. ഇച്ചിരി മധുരം കൂടെ വേണം. മധുരം പോരെ. എത്ര മധുരം ഉണ്ടെങ്കിലും അവൾക്ക് ഇഷ്ടമാണ്. ഇഞ്ചിക്കറി ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ കൊച്ചിനെ ഓർക്കും. അവൾക്ക് എവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോഴെല്ലാം അവളെ ഓർക്കും. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിക്കറി. അതുപോലെ എനിക്കും ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എനിക്ക് ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് ഇരുന്ന് പറ്റുവേ. ഒന്നുകൂടെ നോക്കട്ടെ. നല്ല സൂപ്പർ ഇഞ്ചിക്കറിയാണേ. നല്ല തിളച്ച് മറിയുന്ന കണ്ടില്ലേ. കണ്ട ഇഞ്ചിക്കറി. ഇനി ഇത് ഇരുന്ന് കൊഴുക്കുമ്പോൾ നമ്മളെ ഇല വിളമ്പോ ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ ഇരിക്കും. അവിടെ നിന്ന് ഒഴുകി പോകത്തില്ല. നല്ല എല്ലാം കറക്റ്റാണ്. ഞാൻ ചെയ്തുകൊണ്ട് പറയുമല്ല. എനിക്കൊരു കൈ അളവും എല്ലാം ഉള്ളത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ മുളകൊന്നും ഒരു ടേബിൾ സ്പൂൺ ആക്കി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടെന്നേ ഉള്ളൂ. പക്ഷേ എനിക്കെല്ലാം കൊട്ടത്താപ്പം ഞാൻ ഇടുന്ന എല്ലാം കറക്റ്റാണ്. അപ്പോൾ എൻ്റെ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, എൻ്റെ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എൻ്റെ കുക്കിംഗ് ചാനലിലെല്ലാം വരും വ്ളോഗുകൾ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ ഇനിയിപ്പോൾ ഓണം ആകുമ്പോഴത്തേനും എനിക്ക് ഉണ്ടാക്കണമല്ലോ ഇഞ്ചി നാരങ്ങ, അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ഇത് ചെയ്ത പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ ആയിരിക്കും ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ വ്യത്യാസത്തിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി എല്ലാവരും എന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്. ചിലപ്പം പറയുന്ന ഒന്നും ചിലപ്പം നമുക്ക് പറയാനുള്ളതല്ലായിരിക്കും വേറെ നാക്കിൽ വരുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക. ഓക്കെ, ബായ്.